ഇത് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുക. എന്താ ഇത് നമ്മൾ ചെറിയ മാങ്ങക്കൊല പറിച്ചെടുക്കുന്ന പോലെ തന്നെയുണ്ട്. സോ ഇതാണ് നമ്മുടെ അമ്പഴങ്ങ. ആർക്കും ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നട്ട് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് കണ്ടാലേ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതായിട്ട് തോന്നൂലേ? പക്ഷേ ഇത് മാങ്ങയല്ല കേട്ടോ. ഇത് നമ്മുടെ അമ്പഴങ്ങ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 2-3 ദിവസമേ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം അച്ചാറിടണം. അപ്പം നമ്മുടെ അച്ചാറുകൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഈ അമ്പഴങ്ങ അച്ചാറേ എല്ലായ്പ്പോഴും ഉണ്ട്. കാരണം അമ്പഴങ്ങ എല്ലാ സീസണിലും ഉണ്ടാവും. ഈ ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയില്ലേ, അതാണിത്. നമ്മുടെ അമ്പഴങ്ങ മരം ഇത് കൊല്ലയായിട്ട് തൂങ്ങിക്കിടക്കുക. 2 ഞാൻ തൊട്ടത് താഴോട്ട് തന്നെ പോയി. സാധാരണയായിട്ടേ നമ്മൾ ഈ അമ്പഴങ്ങ ഉപയോഗിക്കുന്ന അച്ചാറിടാനാണ്. നല്ല മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കും. ഇവിടെ ഒരു കൊല നിപ്പുണ്ട്. അപ്പോൾ ഞാനിന്ന് ഇതെല്ലാം പറിച്ചെടുക്കുകയാണ് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട്. നേരത്തെ നമ്മളിത് വെച്ചിരുന്നത് ചട്ടിക്കകത്തായിരുന്നു. അപ്പോൾ ഇത്രയും കായ്ബലം കിട്ടൂലായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് നിലത്തോട്ട് വെച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നിറയെ കായാണ്. ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും നന്നായിട്ടങ്ങ് പൂക്കും. ഇപ്പോഴും പൂവുണ്ട് കേട്ടോ. നല്ല മാങ്ങ അച്ചാറിടുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ അമ്പഴങ്ങ. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട് കേട്ടോ. നമ്മളിത് മുറിച്ചെടുത്ത് ആ കുരു കളയണം. മറ്റേത് ചെടി പോലെ തന്നെയും ഇതിനും നല്ലപോലെ വെയിൽ വേണം. അപ്പോൾ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിതും വെച്ചിരിക്കുന്നത്. പിന്നെ വളം വേണം. ചാണകം നമ്മൾ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നല്ലപോലെ ചാണകം ഇട്ട് കൊടുക്കും. എൻ്റെ പച്ചക്കറികളൊക്കെ ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള കാരണം ചാണകം മാത്രമല്ല, ഇതാണ് നമ്മുടെ മാജിക് സ്ലറി. ഇതിനകത്ത് കോഴിയുടെ കാഷ്ടത്തിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ പച്ചക്കറികളുടെ എല്ലാം വേസ്റ്റും ഉണ്ട്. പക്ഷേ ഇത് 1 കപ്പ് മതി. ഇനി ഇത് നിറയെ വെള്ളം നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇത്രയും ഡയലൂട്ട് ചെയ്താണ് നമ്മൾ ഓരോന്നിനും ഒഴിക്കുന്നത്. ഇതിൽ കൂടുതൽ നല്ല വളം എവിടെ കിട്ടാനാ? നമ്മുടെ ബയോഗ്യാസാണ് ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 10-15 കപ്പ് വരെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യും. അതിനുശേഷം അത് നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചു. ഈ സ്ലറിയെ നമ്മൾ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തു. ഇനി ഇത് നമ്മുടെ അമ്പഴ മരത്തിൽ ഒഴിച്ചു കൊടുക്കും. ഇതൊരു ഉഗ്രം വളമാണ്. പക്ഷേ ഇത് അധികം ആകാൻ പാടില്ല. ബിക്കോസ് കോഴിക്കാഷ്ടം ഉള്ളതുകൊണ്ട് നല്ലപോലെ ഡയലൂട്ട് ചെയ്യണം. ഈ ബയോഗ്യാസിലോട്ട് പ്ലാന്റിലേക്ക് പോകുമ്പോഴും ഇതിനകത്ത് വെള്ളവും പച്ചക്കറികളും എല്ലാം മിക്സ്ഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ട്, എല്ലാ വളങ്ങളും. ഓർഗാനിക്കായിട്ടുള്ള നല്ലൊരു ഉഗ്ര സ്ലറിയാണിത്. ഇത്രയും നേർപ്പിച്ചതായതുകൊണ്ട് നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ചൂടിലോട്ട് ഒഴിക്കാം. ഒരു ദോഷവും വരില്ല. പക്ഷേ ഇതുപോലെ ഡയലൂട്ടാക്കി ഇത്രയും നേർപ്പിച്ച് തന്നെ എടുക്കണം. വേറെ വീതിപ്പയറുകളുണ്ട്, അവർക്കൂടെ കൊടുത്തേക്കാം. ഇത് ഒരു നല്ല കൊലയാണ്. അപ്പം നമുക്ക് ഇതും ഇങ്ങനെ പറിച്ചെടുക്കാം. മാങ്ങ അച്ചാർ പോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അച്ചാറിടുന്നതിന് മുമ്പായിട്ട് ഈ തൊലി അങ്ങ് ചീകിക്കളയും. അതിനുശേഷം അതിൻ്റെ ദശ മാത്രം എടുത്താണ് നമ്മൾ അച്ചാറിടുന്നത്. അകത്ത് മാങ്ങാണ്ടി പോലെ തന്നെ നല്ല ഒരു കുരുവുണ്ട് കേട്ടോ. അപ്പം നമുക്കിതുകൂടെ അങ്ങ് പറിച്ചേക്കാം. സോ ഇന്ന് നമുക്ക് കുറേ ഏറെ കിട്ടും. ഇതെല്ലാം നമുക്ക് അച്ചാറിടാം. പഴുത്ത് കഴിയുമ്പോഴേ ഇതിന് നല്ലൊരു മധുരവും പുളിയും കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ നല്ല പഴുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞ് താഴെ വീഴും. ഇവിടെ ഒരാളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ തൊലി ഇങ്ങനെ പൊളിച്ചിങ്ങ് എടുക്കാം. എടുത്തു കഴിയുമ്പോൾ അകത്തെ ഫ്ലഷിന് നല്ല ടേസ്റ്റാണ്. മധുരമല്ല പുളിയല്ലാത്ത നല്ലൊരു ടേസ്റ്റ്. പിന്നെ അകത്തൊരു കുരുവും കാണും. സോ പഴുക്കുന്നതിന് മുമ്പായിട്ട്, അതായത് വലിയ മൂക്കുകയും ചെയ്യരുത്. ഇതിനിടയ്ക്കുള്ളൊരു പരുവുണ്ടല്ലോ, ഒരു കരുകരാ പരുവ്, അതാണ് അച്ചാറിടാൻ പറ്റിയത്. പിന്നെ ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ തനിയെ പറഞ്ഞ് താഴോട്ട് വീഴും. ഇനി പറിച്ചില്ലെങ്കിൽ ഇത് താഴോട്ട് പൊഴിഞ്ഞ് വീഴും. പിന്നെ നമ്മുടെ ഈ ചെടിയെ ചട്ടിക്കകത്തായിരുന്നു.
ചട്ടിയിൽ നിന്ന് മാറ്റി നമ്മളിപ്പോൾ നിലത്തോട്ടാക്കിയിട്ട് അധികം സമയമായില്ല, 1-2 വർഷമേ ആയിട്ടുള്ളൂ. സോ അധിക സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനൊരു സാധനം നട്ട് വളർത്താൻ പറ്റും. കാരണം ഇത് വലിയ മരമായിട്ട് മാറത്തില്ല, നമ്മളുടെ കയ്യിലൊതുങ്ങുന്ന ഒരു ചെറിയ മരം. എന്നാൽ നമുക്ക് അച്ചാറുകൾക്കൊക്കെ ഒരു സാധനം കിട്ടുകയും ചെയ്യും. നമ്മുടെ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് അധിക സ്ഥലമില്ലെങ്കിലും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു നല്ല മരമാണ് ഈ അമ്പഴ മരം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വലുതാകില്ല, അപ്പോൾ പിന്നെ വലിയൊരു സ്പേസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് ആർക്കും വീടുകളിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സാധനവും നമുക്ക് അടുക്കളയിലേക്ക് അച്ചാറിന് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ അമ്പഴങ്ങ. സോ ഇവിടെ ഇത് കൊലകൊലയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിന്ന് എടുക്കാൻ പോവാണ്. അങ്ങനെ നമുക്കേ ഇതിന് ഒരു കൊലയായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റി. ബാക്കിയൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിരുന്നു. സോ ഇതേ ഇത്രയും കൊട്ട നിറച്ചാകുന്നു. ഇനിയും ഉണ്ട് കേട്ടോ പറിക്കാൻ. ഏത് ചെറിയ സ്ഥലത്തുമേ ഇത് നട്ട് വളർത്താൻ പറ്റും. പക്ഷേ നല്ല വെയിൽ വേണം. നല്ല വെയിൽ കിട്ടുന്ന പൊസിഷൻ നോക്കി വേണം ഇതിനെ നടാനായിട്ട്. പിന്നെ വേറൊന്ന്, ചട്ടി നടുന്നതിലും നല്ലത് ഒരു ഇച്ചിരിപ്പോരും മണ്ണുണ്ടെങ്കിൽ ആ മണ്ണി നടുന്നതാണ്. ചട്ടിയിലാകുമ്പോഴേ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല എങ്കിൽ അത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മണ്ണിലാണെങ്കിൽ അത്ര പെട്ടെന്ന് ഒന്നും സംഭവിക്കില്ല. പിന്നെ മണ്ണിനകത്തുള്ള വളങ്ങളും ഒക്കെ ഇത് വലിച്ചെടുത്തോളും. ചട്ടിയിലാണെങ്കിലോ നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ അതിന് ഉള്ളൂ. അപ്പോൾ അവരുടെ ഗ്രോത്തും അതനുസരിച്ച് വളരെ കുറവായിരിക്കും. ഇത് എൻ്റെ എക്സാമ്പിൾ സഹിതമാണ് പറയുന്നത്. ചട്ടിയിലായിരുന്നപ്പോൾ ഇത് തീരെ ചെറുതായിരുന്നു. പിന്നെ നമ്മളിത് വെളിയിലോട്ടാക്കിയപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇതിൽ കൂടുതലൊരു ഹൈറ്റിന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മരത്തിന് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആർക്ക് വേണേൽ നമുക്കിത് പറിച്ചെടുക്കാം. പിന്നെ ഇത് കൊലകൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ കൊല വീതം പറിച്ചെടുത്താൽ മതി. ഓരോ തണ്ടിൻ്റെ അറ്റത്തായിട്ട് ഇത് കൊലച്ച് കായ്ച്ച് തൂങ്ങിക്കിടക്കും. ഇപ്പം നമ്മൾ പറിച്ചെടുത്താണ് ഇത്രയും സാധനം. അടുത്ത 6 മാസം കഴിയുമ്പോൾ ഇതിനിയും ഉണ്ടാകും. സോ ആർക്കും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ് അമ്പഴങ്ങ. ഇതാണ് നമ്മുടെ മരത്തിൻ്റെ ആകെ ഉള്ള ഹൈറ്റ്. ഇവൻ വളരെ ചെറുതാട്ടോ. നല്ല രീതിയിൽ കായ്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾക്ക് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒരു കമ്പ് താങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളവും വളവും നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ ഇവർ നമുക്ക് കായകളായിട്ട് തിരിച്ചും തരും. ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നട്ടു വളർത്താൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ അമ്പഴങ്ങ. ഈ അമ്പഴമരത്തിലേ എന്നും കായ്കളുണ്ട്. അടുത്ത കൊല പൂത്ത് കഴിഞ്ഞു. ഓരോ കമ്പിൻ്റെ അറ്റത്തുമേ ഇങ്ങനെ പൂത്ത കൊലകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ തീരുമ്പോഴേക്കും അടുത്ത അച്ചാറിനുള്ള കാര്യങ്ങൾ ഇവിടെ റെഡിയായി കഴിയും. ഇന്ന് നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും. ഇത് നല്ല മെഡിസിൻ വാല്യൂ ഉള്ള സാധനവും കൂടിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന അച്ചാറിടാനാണ്.